ഞെട്ടിപ്പിക്കുന്ന പ്രമോ. ആർക്കാണ് യെല്ലോ കാർഡ്? അതെ, റെഡ് കാർഡ് ആയി കഴിഞ്ഞാൽ അയാളെ ഡയറക്റ്റ് പുറത്താക്കും. ജാൻമണിക്കാണോ, ശ്രീകുമാറിനാണോ, അതോ സായിക്കാണെന്ന് കുറച്ച് പേര് പറയുന്നു. ആർക്കായിരിക്കും, ആർക്കാണ് എന്നുള്ളത് സ്വയം തന്നെ എണീറ്റ് നിൽക്കാം എന്ന് ലാലേട്ടൻ പറയുന്നു. ഞെട്ടിപ്പിക്കുന്ന പ്രമോ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. പുതിയ പ്രമോ, ഞെട്ടിപ്പിക്കുന്ന പ്രമോ വന്നിരിക്കുകയാണ്. യെല്ലോ കാർഡ്. അതെ, മലയാളം ബിഗ് ബോസ് എനിക്കൊന്ന് യെല്ലോ കാർഡ് കാണിച്ചിട്ടുണ്ടോ ഇതുവരെ? എനിക്കറിയത്തില്ല. DFKയുടെ കാര്യത്തിൽ യെല്ലോ കാർഡായിട്ട് കൊണ്ടുവന്നതായിട്ട് ഞാൻ കണ്ടിട്ട് തമിഴ് ബിഗ് ബോസിലൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ഞാൻ മറന്നതായിരിക്കും. എന്തായാലും ലാലേട്ടൻ സമ്മാനവുമായിട്ടാണ് നിങ്ങൾക്ക് വന്നേക്കണം എന്നാണ് പറയുന്നത്. അതെ, എന്താണ് സമ്മാനം? വിഷു ആയിട്ട് മഞ്ഞ കാർഡായിട്ടാണ് വന്നേക്കുന്നത്. എല്ലാരും ഞെട്ടിത്തരിക്കുകയാണ്. സമ്മാനമായി മഞ്ഞ കാർഡായിട്ട് ഞാൻ വന്നേക്കുകയാണ്. ഈ യെല്ലോ കാർഡ് റെഡ് കാർഡായിട്ട് ഞാൻ വരും. അപ്പോ അതിൽ ഈ റെഡ് കാർഡ് ആരുടെ നേരെയാണോ കാണിക്കുന്നത് അയാൾ എന്റെ കൂടെ ഇനി വരണം എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ഇപ്പോ ഈ യെല്ലോ കാർഡ് ആർക്കാണെന്ന് അറിയാമോ? എണീറ്റ് നിൽക്കാൻ പറയുന്നുണ്ട്. എല്ലാവരും അന്തം വിടുന്നുണ്ട് ആർക്കാണെന്ന്. കമന്റ് ബോക്സിനകത്ത് ഒരുപാട് പേര് പറഞ്ഞു. ജാൻമണിയുടെ പേര്, ശ്രീകുമാറിന്റെ പേര് പറയുന്നവരുണ്ട്, അഭിഷേക് അതായത്, പിന്നെ സായിയുടെ പേര് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ ചാൻസ് കാണുന്നത് ശ്രീകുമാറിന്റെ കാര്യത്തിലാണ്. കാര്യം ഒന്നാമത്തെ കാര്യം പുറത്തെ വിഷയങ്ങളാണ്. പുറത്തെ വിഷയം ബിഗ് ബോസിനകത്തെ വിഷയമല്ല. ചാൻസസ് കൂടുതൽ ശ്രീകുമാറിനാണ്. കാര്യം ഒരു കമ്മ്യൂണിറ്റീനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ ആ ഒരു സംഭവത്തിൽ രണ്ട് അഭിഷേകുമാരും ഇന്ന് പ്രശ്നത്തിലാവും. പ്രത്യേകിച്ച് ശ്രീകുമാറിനാണ് ഈ യെല്ലോ കാർഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജാൻമണിക്ക് ഓൾറെഡി മിക്കവാറും വാണിംഗ് കിട്ടിക്കഴിഞ്ഞു. ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വാണിങ്ങിൽ ഡയറക്റ്റ് എവിക്ഷൻ ആയിരിക്കും. ബിഗ് ബോസ് തന്നെ നടപടി എടുത്തതാണ്. സായിയുടെ കാര്യത്തിൽ ലാസ്റ്റ് വാണിംഗ് കൊടുത്തു കഴിഞ്ഞു. വേറെ ഒന്നും ഇനി പറയാനൊന്നും ബാക്കിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾറെഡി എല്ലാ ഹിന്റും കൊടുത്തു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ശ്രീകുമാറിനാണ് ഇതുവരെ ഒരു കാര്യങ്ങളും. രണ്ടുപേർക്കും ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. രണ്ട് അഭിഷേകുകൾക്കും ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു. പക്ഷേ ഇത് കമ്മ്യൂണിറ്റിയുടെ പ്രശ്നമായതുകൊണ്ട് തന്നെ ഇത് പുറത്ത് പ്രശ്നമായിട്ടുണ്ട്, കമ്മ്യൂണിറ്റി പ്രശ്നമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം ചാൻസ് കൂടുതൽ ശ്രീകുമാറിനാണ് യെല്ലോ കാർഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയൊക്കെ സസ്പെൻസ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി ബാക്കിയുള്ള ഞെട്ടിപ്പിക്കുന്ന പ്രൊമോകളൊക്കെ വരാൻ ലാലേട്ടന് ഒരു രക്ഷയില്ല കേട്ടാ. എന്റെ പൊന്നോ, റേറ്റിംഗ് ഒരു രക്ഷയില്ല. റേറ്റിംഗ് ഇങ്ങനെ തകർത്തോണ്ടിരിക്കുകയാണ് ലാലേട്ടന്റെ. ഒന്നും പറയാനില്ല. ലാലേട്ടൻ തന്നെ കപ്പ് കൊടുക്കാം നമുക്ക് സീസൺ 6-ന്റെ. പക്ഷെ കണ്ടസ്റ്റൻസും സൂപ്പറാണ് കേട്ടോ, ഒന്നും പറയാനില്ല. കണ്ടസ്റ്റൻസ് ഇങ്ങനെ കളിക്കുന്നതുകൊണ്ടാണ് ലാലേട്ടൻ ഇങ്ങനെ കളിക്കാൻ പറ്റുന്നത്. കണ്ടസ്റ്റൻസ് നല്ല രീതിയിൽ തന്നെ പെർഫോം. ഞാൻ ബാക്കിയുള്ള ഈ കമ്മ്യൂണിറ്റി അല്ല, ബാക്കിയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ സൂപ്പറായിട്ട് കളിക്കുന്നതുകൊണ്ടാണ് ലാലേട്ടനെ ചകയെന്ന് എല്ലാത്തിനും ഇങ്ങനെ ചകയെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ കണ്ടസ്റ്റൻസും നല്ലതാണ്, സീസണും നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. റേറ്റിംഗും സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ റേറ്റിംഗ് നമ്മുടെ ബിഗ് ബോസ് സീസണ് കാണുന്നുണ്ട്. ഓരോ ആഴ്ചയും റേറ്റിംഗ് തകർത്തുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിന്റെ ഓരോ ആഴ്ചയും. ഇപ്രാവശ്യത്തെ GRP റേറ്റിംഗ് 210 അതെ, ഗ്രോസ് റേറ്റിംഗ് പോയിന്റ് 210. അതെ, ഡബിൾ സെഞ്ചുറി അടിച്ചിരിക്കുകയാണ് ബിഗ് ബോസ്. അതെ, ഡബിൾ സെഞ്ചുറി. അത് GRP റേറ്റിംഗ് സ്കോഴ്സ് ആണ്. അതായത് ഗ്രോസ് റേറ്റിംഗ് പോയിന്റ് എന്ന് പറയും. അത് 210. അത് ഡബിൾ സെഞ്ചുറി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിഗ് ബോസ് തന്നെ ഏഷ്യാനെറ്റ് തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടാണ്. അത് ഭയങ്കര സൂപ്പറായിട്ട് റേറ്റിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡബിൾ ഓഡിയൻസിൽ എത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇനി പിന്നെ വീട്ടിനകത്ത് ലാലേട്ടൻ്റെ ഈ പ്രൊമോയൊക്കെ സൂപ്പറായിട്ട് വരുന്നുണ്ട്. ഞെട്ടിപ്പിക്കുന്ന പ്രൊമോ. വീട്ടിനകത്ത് വിഷുവിൻ്റെ പരിപാടിയുടെ റിഹേഴ്സലൊക്കെ നടക്കുകയാണ്. അവിടെ കുറേ ടാസ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഡാൻസും പാട്ടും കൊടുത്തിട്ടുണ്ട്. സിബിന് പ്രത്യേകമായിട്ട് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ഒരു ജ്യോതിഷിയുടെ റോളാണ് സിബിൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ബിഗ് ബോസ് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല ഫ്യൂച്ചർ കാര്യങ്ങൾ പ്രവചനം ചെയ്യണം. പിന്നെ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ കുറച്ച് നാടകീയ രംഗങ്ങൾ നടക്കുന്നുണ്ട് ലൈവിൽ, അതിനെക്കുറിച്ച് പറയാം. അതുപോലെ തന്നെ അപ്സര, ശ്രീരേഖ, പൂജ, അൻസിബ ഇവരോട് വിഷയം, അതായത് ബിഗ് ബോസ് വിഷയത്തെ കുറിച്ചിട്ട് ഒരു ഡ്രാമ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നടക്കുന്ന ഈ ആഴ്ച നടന്ന വിഷയത്തെ കുറിച്ചിട്ട് പ്രത്യേകം ബിഗ് ബോസ് എടുത്തു പറയുന്നുണ്ട്. സിബിനോടും ഈ ഡ്രാമ കാണിക്കുന്നവരോടും പറയുന്നുണ്ട്, മതം, രാഷ്ട്രീയം, കമ്മ്യൂണിറ്റി ഇതൊന്നും ഇതിനകത്ത് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതായത് പുറത്ത് ഇത് പ്രശ്നമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകം പറഞ്ഞേക്കുന്നത്. ഒരു ബിഗ് ബോസിനകത്ത് അവർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഓരോരുത്തർക്കുള്ള പാട്ടും ഡാൻസുകളും ഒക്കെയാണ്. പാടാവനമാലി നിലാവിൽ അതുണ്ട്. പിന്നെ അമ്പാടി കുയിലല്ലേക്കോ, കുഞ്ഞോണ കുയിലല്ലേക്കോ, രായ വേണുഗോപ അതുണ്ട്. അതിനകത്ത് എനിക്കൊന്ന് കൃഷ്ണനായിട്ട് 2 കൃഷ്ണന്മാരുണ്ട്. അതെ, അത് സർപ്രൈസ് ആണ്. 2 കൃഷ്ണന്മാരുണ്ട്. ഒരു അഭിഷേകം ഉണ്ട്, അതേപോലെ തന്നെ ജിൻഡോയും ഉണ്ടെന്നാ തോന്നുന്നത്. മുകുന്ദ മുകുന്ദ കൃഷ്ണ അതുണ്ട്. ബാഹുബലിയിലെ പാട്ട്. പിന്നെ ഗോകുലപാല നായക അത് ബോയ്സ് കളിക്കുന്ന പാട്ടാണ്. ഉണ്ണിക്കണ്ണ വാ എന്നുണ്ണിക്കണ്ണ. പിന്നെ തിരുവാതിര
കൊട്ടും ഞാൻ കേട്ടില്ല കുഴ ആ പാട്ടാണേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് നാടകീയ സംഭവങ്ങളൊക്കെ നടന്നു. അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ഞാൻ വരാം. അപ്പോൾ ഇതൊക്കെ ഡാൻസ് പ്രാക്ടീസ് തകൃതിയായി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ലാലേട്ടൻ്റെ യെല്ലോ കാർഡും എല്ലാം കൂടെ സൂപ്പർ ആയിട്ടുണ്ട്. എന്താണ് നടക്കുന്നത് കണ്ടറിയാം. ഈ ആഴ്ചത്തെ റേറ്റിംഗ് തകർക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.